guys, welcome back to our channel Sheetal Elsa Official. അപ്പോ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഒരു ചലഞ്ച് ആണ്. എന്ത് ചലഞ്ച് ആയിരുന്നു? ഫിനിഷ് ദ ലിറിക്. പഠിപ്പിച്ചു തന്നായിരുന്നു, മറന്നുപോയി. ഫിനിഷ് ദ ലിറിക് എന്ന് പറയുന്ന ഒരു ചലഞ്ച് ആണ്. ആക്ച്വലി പാട്ടിന്റെ സ്റ്റാർട്ടിങ് കുറച്ച് കേൾപ്പിക്കും, എന്നിട്ട് അതിന്റെ ലിറിക്സ് കറക്റ്റ് ആയിട്ട് പറയണം. അങ്ങനെ ഒരു ചലഞ്ചാണ്. അപ്പൊ ഈ വീഡിയോയിൽ ആശയുണ്ട്. ആശയാണ് നമ്മളോട് ചോദ്യം ചോദിക്കുന്ന ആൾ. അവൻ പറഞ്ഞ പോലെ തട്ടിക്കേപ്പേൻ. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മളിട്ട കഴിഞ്ഞ ചലഞ്ച് വീഡിയോയിൽ എല്ലാവരും കമന്റ് ചെയ്തായിരുന്നു ഇനി ചലഞ്ചസ് വേണം, ആശി ചേട്ടനെ കൊണ്ടുവരുന്നൊക്കെ കമന്റ് ചെയ്തു. അങ്ങനെ നമ്മൾ കെട്ടി വലിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പക്ഷെ ഉണ്ടല്ലോ ഇന്നത്തെ മേക്കപ്പ് കൊള്ളാം കേട്ടോ. താങ്ക് യു. എന്താണെന്നറിയോ, എന്താണ്? ഞാൻ മോയ്സ്ചറൈസർ മാറ്റി. മറ്റേ മുഖത്ത് ആദ്യം ഇടുന്ന സാധനമോ? ആ അതെ, കുട്ടിയിടുന്നതിന് മുമ്പുള്ള ബേസ്. ആ സാധനം. ഇതാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത്. പ്ലം PLUM. ഇത് യു ആയിരുന്നു. നോക്കട്ടെ. കൊള്ളാം. പ്ലം നീ കേട്ടിട്ടില്ലേ? ഫേമസ് ബ്രാൻഡ് ആണല്ലോ. പക്ഷെ വില കൂടുതലല്ലേ? വില കൂടുതലാണ്. 470 രൂപയാണ് ഇതിന്റെ റേറ്റ്. പക്ഷേ ട്രെൽ ഷോപ്പിൽ നിന്ന് നമ്മളിത് വാങ്ങിക്കുമ്പോൾ ഇതിന് 20% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോ ഇത് 470 രൂപയുടെ ഐറ്റം 20% ഡിസ്കൗണ്ട് വരുമ്പോൾ 338 രൂപയ്ക്ക് കിട്ടും. ആക്ച്വലി പ്ലം വളരെ നല്ല ബ്രാൻഡാണ്, നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മാറ്റ് ഫിനിഷ് ആണ്. ഗ്രീൻ ടീയുടെ മാറ്റിഫൈയിങ് മോയ്സ്ചറൈസർ ആണ്. ഗ്രീൻ ടീയുടെ മാറ്റിഫൈയിങ് മോയ്സ്ചറൈസർ. നിനക്ക് മനസ്സിലാവില്ല, പെമ്പിള്ളാർക്ക് മനസ്സിലാവും. ഓക്കെ, അല്ല മോയ്സ്ചറൈസർ പെമ്പിള്ളാർ മാത്രമൊന്നുമല്ല, മേക്കപ്പ് ഇടുന്നതിന് മുന്നേ ഇടാം. അല്ലാതെ മോയ്സ്ചറൈസർ ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ബോയ്സിനാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം. ഇത്രയും കുറച്ച് ഡ്രോപ്പ് എടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി മേക്കപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് നല്ലൊരു സ്മെല്ലാണ്. ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ മേക്കപ്പ് ഇട്ടേക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നില്ല. കയ്യിലൊക്കെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാൻ കയ്യിലും കഴുത്തിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് ഇങ്ങനെ കുറച്ച് ഡ്രോപ്പ് ആക്കിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അത് അപ്ലൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ കൺസീലർ, ഫൗണ്ടേഷൻ സാധനമൊക്കെ ഇട്ടിട്ട് മേക്കപ്പ് ചെയ്താൽ മതി. ആ ശരിയാ, ഞാൻ ഓണത്തിന് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്താൽ മതി ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. അതിനുശേഷമാണ് ഞാൻ ഇത് പ്ലമ്മിൻ്റെ വാങ്ങിച്ചത്. നല്ല ബ്രാൻഡാണ്. അപ്പോൾ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. ഗൈസ്, അപ്പോൾ ട്രെൽ ഷോപ്പിൽ നിന്ന് പ്ലം ഗ്രീൻ ടീ മോയ്സ്ചറൈസർ. അപ്പോൾ ഇതിന്റെ ഒറിജിനൽ റേറ്റ് 470 രൂപ. 20% ഡിസ്കൗണ്ട് ഉണ്ട്. ഞാൻ താഴെ കൊടുക്കുന്ന കൂപ്പൺ കോഡ് അടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. 470 രൂപയുടെ പ്രൊഡക്റ്റ് 338 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും പർച്ചേസ് ചെയ്യുക, യൂസ് ചെയ്ത് നോക്കുക. നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. Come on. ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ ഷീതൽ എൽസ ഒഫീഷ്യൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നടക്കി വന്നിരിപ്പുണ്ട്. അപ്പോ ഇന്നത്തെ വീഡിയോയും ഒരു ചലഞ്ച് വീഡിയോയാണ്. എന്ത് ചലഞ്ച് ആടാ? സംശയം ഇവന്റെ സിംപ്ലിസിറ്റി, എളിമ സൂചിപ്പിക്കുന്ന ഒരു ഇതാണത്. അപ്പോ ഇന്നത്തെ ചലഞ്ച് ലിറിക്സ് ചലഞ്ച് ആണ്. ലിറിക്സ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കുറച്ച് പാട്ടുകൾ കണ്ടുപിടിച്ച് ആഷിനോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിനു കുറച്ച് പാട്ട് കണ്ടുപിടിച്ച് ആഷിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിച്ചേക്കുന്ന പാട്ടുകളിൽ ആഷി ആദ്യത്തെ ഒരു ലൈൻ വിനുവിനോട് പറയും. അതിന്റെ ബാക്കി ഒരു 3 to 4 ലൈൻസ് വിനു ഒരു അക്ഷരത്തെറ്റും ഇല്ലാതെ ഒരു പ്രശ്നമില്ലാതെ കറക്റ്റ് ആയിട്ട് പാടണം. അങ്ങനെ പാടിയാല് ജയിക്കും. അതുപോലെ തന്നെ വിനു കുറച്ച് പാട്ടുകൾ ആഷിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആഷി അതിന്റെ ഫസ്റ്റ് ലൈൻ എന്നോട് പറയും, ഞാൻ ബാക്കിയുള്ള ലൈൻസ് പറഞ്ഞു. അതാണ് നമ്മുടെ ചലഞ്ച്. പിന്നെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് വോയിസിന് ചിലപ്പോ ചെറിയ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് നിങ്ങൾ കേൾക്കുവാണെങ്കിൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അപ്പോ വേറെ എന്തെങ്കിലും പറയാൻ ഇതില് തോക്കുന്ന ആൾക്ക് ഓരോ ചലഞ്ച് കഴിയുമ്പോഴും പറയാത്ത ആളിന് ശിക്ഷയുണ്ട്. ഇവിടെ ഒരു ലിപ്സ്റ്റിക്കും ഒരു സ്കെച്ച് ഐലൈനറിന്റെ ഒരു സ്കെച്ചും ഉണ്ട്. അപ്പൊ തോക്കുന്ന ആൾക്ക് നമ്മൾ ഓരോ ലെവൽ കഴിയുന്നോറും ഫേസിൽ എന്തെങ്കിലുമൊക്കെ കുത്തിവരച്ച് കൊടുത്തോണ്ടിരിക്കും. ഞാൻ ചെയ്യണോ? വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് ചെയ്തോ. വേണമെങ്കിൽ നീ ചെയ്തോ. അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഓക്കെ, ചെയ്യാം. ആ ഗൈസ്, വേറൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ സെക്കൻഡ് ചാനൽ, ഇത് നമ്മുടെ മെയിൻ ചാനലാണ് ഷീതൽ എൽസ ഒഫീഷ്യൽ. ഷീതൽ ആൻഡ് വിനു എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ചാനലുണ്ട്. നമ്മുടെ ഷോർട്ട് വീഡിയോസും വെബ് സീരീസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ലെക്ചറർ ലവ് എന്ന് പറയുന്ന ഒരു മിനി സീരീസ് ഇപ്പൊ അതിൽ പോകുന്നുണ്ട്. സോ ഇതുവരെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. 1 മിനിറ്റിന്റെ വീഡിയോ ആണ്. അതുകൊണ്ട് 2 ഞാൻ കുട്ടിയാമുണ്ടായിടാം.
1 മിനിറ്റിന്റെ വീഡിയോയുടെ അതുകൊണ്ട് നല്ല കുറെ പാർട്ടുകളായിട്ടാണ് അത് പോകുന്നത്. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് 20 പാർട്സ് അടുക്കെ ആയിട്ടുണ്ട് അത്. കാരണം ഒരു ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോം മോജ് എന്ന് പറയുന്ന ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോമിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ആണത്. അപ്പൊ അതിനകത്ത് നമുക്ക് മിനിമം അപ്ലോഡ് ചെയ്യാവുന്നത് 1 മിനിറ്റ് ആണ്. സോ അത് അങ്ങനെ ഇവിടെ പോസ്റ്റ് ചെയ്യുവാണ്. അപ്പൊ കുറെ പേരുടെ റിക്വസ്റ്റ് അനുസരിച്ച് 2 എപ്പിസോഡോ 3 എപ്പിസോഡോ ഒക്കെ ഒന്നിച്ച് പോസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് വീഡിയോ മേക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ടും വർക്കും കാര്യങ്ങളും ബാക്കി തിരക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് ഓരോ പാർട്ടായിട്ട് ഇടുന്നത്. സൂൺ അത് സെറ്റ് ചെയ്തിട്ട് ഒന്നിച്ചിടുന്നതാണ്. അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് കടക്കാം. ഞാൻ പട്ടികളെ അപ്പോ ആദ്യം ശീതള അയച്ചു നിൽക്കുന്ന കുറച്ച് പാട്ടുകളിൽ നിന്ന് ലിസ്റ്റ് എടുത്തിട്ട് അത് വിനുവിന് അതിന്റെ ആദ്യത്തെ 2 ലൈൻ പറഞ്ഞുതരാം. ഒരു വരി മതിയോ? ഒരു വരി പറഞ്ഞോളൂ. ഓക്കെ, അപ്പോ ബാക്കി വിനു പറയും അല്ലെങ്കിൽ പാടും. ഓക്കെ, മതിയോ? ഇത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അറിയോ? പാടണ്ടല്ലേ പറഞ്ഞാൽ താമരക്കുരുവിക്ക് തട്ടമിട്, തങ്കക്കിനാവിന് കമ്മലിട്, അരിമുല്ല കഴുത്തിന് ഏലസിട്. അത്ര 4 ലൈൻ. സുറുമക്കനിടയിൽ സൂര്യനിട്. പെർഫെക്റ്റ്. നിനക്ക് കണ്ണിന് മത്തണോ? 2 വരെയും തെറ്റിച്ചു. ശ്രദ്ധിക്കണം, ലിറിക്സ് എന്തൊക്കെയാണോ? താമരക്കുരുവിക്ക് തട്ടമിട്, തങ്കക്കിനാവിന് കമ്മലിട്, അരിമുല്ല കഴുത്തില് ഏലസിട്, സുറുമക്കണ്ണിടയിൽ സൂര്യനിട്. സുറുമക്കണ്ണിടയിൽ സൂര്യനിട്. കണ്ണിണയിൽ നിന്നായിരുന്നു, ഇണയിൽ. അതിന് മുമ്പ് പറഞ്ഞോട് തെറ്റിച്ചായിരുന്നു. പക്ഷെ ഇപ്പൊ നീ അത് കറക്റ്റ് ആക്കി. കഴുത്തിൽ നല്ല നീ വേറെ എന്താണ്ടോ പറഞ്ഞു. അരിമുല്ല കഴുത്തിൽ അരിമുല്ല കഴുത്തിന് ഏലസിട്. അരിമുല്ല കഴുത്തിന് എന്നാ പറഞ്ഞ. അരിമുല്ല കഴുത്തിൽ. രണ്ടാമത് പറഞ്ഞ കറക്റ്റാണ്. പക്ഷെ അതേ ഉള്ളു തെറ്റി. എന്തായാലും തെറ്റിപ്പോയി. ഭയങ്കര ചെറിയ തെറ്റായിരുന്നു. വേണമെങ്കിൽ ഒഴിവാക്കാം. അതൊക്കെ ചെയ്യട്ടെ. രണ്ടു പ്രാവശ്യം തെറ്റിച്ചില്ലേ? 2 സാധനം തെറ്റിച്ചില്ലേ? ആ അങ്ങനെയാണല്ലേ? ആ തരാം. എന്റെ വരുന്നേ ഉള്ളു ഇനി. ഓരോ തെറ്റിനും ഓരോ വരും. ഓരോ തെറ്റിനും ഓരോ വര വെച്ച് വിനു പറ്റില്ല. സോങ്ങാ അല്ല നീ ചോദിച്ചു എടാ പുള്ളിയുടെ അടുത്തല്ലേ ഉള്ളൂ. മതിയാ? പിന്നെ മതി. അല്ല അങ്ങനെ വേണ്ട. ഇനി അടുത്ത ആണോ? ഓക്കെ, എന്നാ അടുത്ത ഞാൻ കൊടുക്കാം ഞാൻ. ഓക്കെ, ഇല്ലെങ്കിലേ ഇത് ഫുള്ള് കഴിയുമ്പോ നിനക്ക് മോന്ത ഉണ്ടാവില്ല. ഇത് വായിച്ചാ അറിയാലോ. മനസ്സിലായ? അറിയാവുന്ന പാട്ടായിരിക്കും. അറിയാം, എല്ലാവർക്കും അറിയും. പാട്ട് ഫേമസ് പാട്ടാണ്. പാട്ടൊക്കെ ഫേമസ് ആണ്. ഇത് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഞാനിത് എങ്ങനെ വായിക്കും? ഇത് ഞാൻ വായിക്കാം, പാടില്ല. പാട്ട് എനിക്ക് അറിയണോ? എല്ലാവർക്കും പാടറിയാം. എല്ലാവർക്കും അറിയാം. എനിക്കറിയാം. അപ്പൊ പിന്നെ അയാൾക്ക് അറിയാൻ പറ്റില്ല. മണ്ടിയാ വീടില്ല. പാടത്തെ? പാടില്ല, പറയട്ടെ. Watch on, watch on, watch on. Watch this dep stay. മതി. ബാക്കി പാടുക. അങ്ങോട്ട് പാട് കുമാരേട്ടാ. ലിറിക്സ് ആണ് ആദ്യത്തെ മലയാളം പാട്ടാ. 1 2 ലജ്ജാവതിയാണോ? ആദ്യത്തെ 2 വരി. എനിക്ക് ഒറ്റ വരിയെ പറഞ്ഞോളൂ. എനിക്ക് 2 വരിയാ പറഞ്ഞു. ഇവിടെ കാണിച്ചു കൊടുത്തു പാട്ടാന്ന്. ഇത് ഞാൻ എങ്ങനെ വായിക്കൂന്ന്? പാട്ടതാണ്ടാ. അല്ല അല്ലല്ലോ, ലിറിക്സ് അതേപോലെ പറയണം. അതിന് മുമ്പ് കുറച്ച് പോടോ പോയി കപ്പ കുത്തറോ പോ. പാടിയ 8 തെറ്റി. 8 തെറ്റി.
ഇന്ന് ഞാൻ ഇവിടെ ഭൂപടം വരയ്ക്കും. മറ്റേ ബാലരമല്ലേ കുത്തി വെച്ചിട്ടില്ലേ മുതലേ കാണാൻ വേണ്ടിട്ട്. കുഞ്ഞു അതോ എന്റെ മുത്തു അക്കരെ കുഞ്ഞല്ലേ. ഒറ്റ പറയാവൂ. നമുക്ക് കവർ പേജിൽ ഒരു ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ മോന്തെങ്ങനെ ഇരിക്കൂലേ? അല്ല അത് കുഴപ്പമില്ല, വരച്ചിട്ടിരിക്കുമ്പോ ശേഷം മതി, എങ്കിലും ഐശ്വര്യം ഉണ്ടാവുള്ളൂ. നമുക്ക് നോക്കാം. കൊടയിൽ ഒറ്റ വര അടിച്ചിട്ടുള്ളൂ. അതൊരു ഇതാണ്. ഞാൻ ഒരു പാടി നിർത്തിയാണ്. 8 വരെയില്ലേ മൊത്തം? എത്ര പോട്ടെ, എന്താ വരയ്ക്കുന്ന പഴുതാരയോ മതി. ഇത് കൊറേ വരെ മതി മതി. അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെന്താന്ന് ചൊറിയാ. പൂമ്പാറ്റയുണ്ട്, മുകളിലൊരു കോടാജി. എത്ര ഉള്ളു? ആ ക്യാമറ ഒന്ന് കാണിച്ചേ, അടുത്ത് വെച്ച് കാണിച്ചു നോക്കട്ടെ. ശരിക്കും പോവും അടുത്തോട്ടോ. ഇന്നും കൊഞ്ചം അടുത്തേക്ക്, ഇന്നും കൊഞ്ചം അടുത്തേക്ക്. എന്താ വല്ല ഇല്ലുമിനാറ്റി ആണോ വെച്ചേ? ഇന്ന ആ ഒരു നിലവാരം തന്നെ ആയിട്ടില്ല, ആകുമ്പോ ഞാൻ പറയാം. Watch on, watch on, watch on, watch is dap style. I'm gonna dip you're smiling. Hold me baby just on my hand forever and ever. Every time I wanna see you my girl. അതെങ്കിലും പാടാൻ വരുന്നു. പിന്നാണ് ലജ്ജാവതി തുടങ്ങുന്നത്. ഇംഗ്ലീഷ് പാട്ടൊന്നും പറ്റൂല, ഇനി പറ്റൂല. ഇത് ലജ്ജാവതിയാണ്, മലയാളം പാട്ടാ, ഫേമസ് പാട്ട്. ഞാൻ എടുത്തു കൊടുത്തേക്കുന്ന നല്ല ശുദ്ധ മലയാളമാണ്. ഇവരെന്തോത്തിന് ഇംഗ്ലീഷ് കൊണ്ട് ശുദ്ധ മലയാളം ശുദ്ധ മലയാളം എടുക്കൂല. ഇംഗ്ലീഷ് ഫ്രണ്ടിലൂടെ പാറ്റല്ലും പണ്ടേ ഇല്ല. ഇതൊന്ന് പിള്ളേരെ പറ, എനിക്ക് വേഗം പറയാനുള്ളതാണ്. ഇത് കൊടുത്താൽ ചിരിക്കണ്ട, താനും തെറ്റിക്കും, തനിക്കുമുണ്ടല്ലോ ഒരവസരം. പറയട്ടെ. ചഞ്ചല ദ്രുതപട താളം, സുഹൃത താളം. സ്റ്റാർട്ടിങ് താളം സുഹൃതതാളം. ഓ സുന്ദര ഹരി ഹരി ഹരിപദ തീരം, അങ്ങനെ ഹരിപദ തീരം. മധുരഗീതം വരനൊരും അല്ല പ്രിയ പ്രിയനൊരുങ്ങി മധുരരാമഴ പെയ്തൊഴുകി ഇതിലേ പൊന്നഴകിനു മഴകാം മാധവമേ. അത്രേ ഉള്ളൂ. നിൻ കുമ്പിൾ നിറയും സ്വരം എവിടെ? 25 അഞ്ചായില്ലേ? 25 തെറ്റായിട്ട്. ഞാൻ പഠിച്ചു കൊടുക്കാം. ചഞ്ചല ദ്രുത പദ താളം സുഹൃത താളം സുന്ദര ഹരിഗീതം ഹരിതഗീതം വധുവൊരുങ്ങി പ്രിയനൊരുങ്ങി മധുരരാമഴ പെയ്തൊഴുകി. വധു കിട്ടിയില്ല, ആണല്ലോ ഇതിലേ അല്ല. എവിടെയാ പാടിയത്? ഇവനെ ഇതിനെ പാടിയത് ഞാൻ വേണ്ടിട്ടില്ല. ഞാൻ കാര്യം പറയട്ടെ, നീ ഇപ്പൊ ഒന്നും സംഭവിക്കൂല. എഡിറ്റ് ചെയ്യുമ്പോൾ നിനക്ക് എല്ലാം മനസ്സിലാവും. മധുരരാമഴ പെയ്തൊഴുകി ഇതിലേ. അഞ്ചെണ്ണം ഞാനുണ്ട്. ഞാൻ 8 തെറ്റുണ്ടായിട്ട് ഞാൻ 2 എണ്ണേ വരച്ചുള്ളൂ. എനിക്ക് 5 തെറ്റേ ഉള്ളൂ. അപ്പൊ 1 അടിക്കാൻ പാടുള്ളൂ. എല്ലാവരും സൈഡിലോട്ട് ഒന്ന് ചെമ്മക്ക് ഇത് മറ്റേ സംഭവം ഉണ്ടല്ലോ. കോമാളികൾക്ക് അറിയാൻ പാടില്ല ചിരിക്കണം. ഞാൻ പാ കാണിക്കാം, ഇച്ചിരി ശക്തി കൂടുതലാവുന്നുള്ളൂ. അടുത്ത പാട്ട്, അടുത്ത വിനോദ പാട്ട്. ഇത് പാട്ടുണ്ട്. മുത്താരം മുത്തുണ്ടേ മുളനാഴിക്കുളിരുണ്ടേ. പല നാളായി പാടി കറക്റ്റാ പാടി. മുത്താരം മുത്തുണ്ട് മുളനാഴി കുളിരുണ്ട് മലതാരിൽ മുട്ടിയുറങ്ങാൻ കൂടെ പോരാമോ.
പൂങ്കുയിലെ മലയോരം മാമയിലെ പല നാളായി നെഞ്ചിനകത്തൊരു മോഹം നീ. അത്ര മതി. ഇത്രേ ഉള്ളു അല്ലേ? മൊത്തത്തില് മൂന്ന് ഇവിടെ മണിമാറിൽ മുത്തി ഉറങ്ങാൻ അത് 2 തെറ്റായി. മുത്തി ഉറങ്ങാനെന്നായിരുന്നു. പിന്നെ 3 തെറ്റാ മൊത്തത്തിൽ. അതിന് കുഞ്ഞുവാ പാട്ട് വായിച്ചതാ ഞാൻ. മുത്താരം മുത്തുണ്ടേ മുളനാഴിക്കുളിരുണ്ടേ മണിമാറിൽ മുത്തിയുറങ്ങാൻ കൂടെ പോരാമോ മാലേയ പൂങ്കുയിലെ മലയോരം മാമയിലെ പല നാളായി നെഞ്ചിനകത്തൊരു മോഹം വിരിയുന്നു. അതാണ് ഇടാൻ പോകുന്നത്. തൊണ്ടിട്ടോടാ ലിപ്സ്റ്റിക് പോയി. കുഞ്ഞു കുഞ്ഞു ലിപ്സ്റ്റിക് ഞാൻ കുഞ്ഞു ഇവിടെ ലിപ്സ്റ്റിക്കുമായി ഇങ്ങോട്ട് ഇരുന്ന് അവിടെ മറ്റേതാണ് കോമാളികൾക്ക് അറിയാൻ പാടില്ല. ഒന്ന് അടുത്തേക്ക് സൂപ്പർ. ഇത് കിട്ടും എളുപ്പം. എടാ നീ ആരുടെ മാത്രാ പട്ടി? അങ്ങനെയല്ല, ഇത് കിട്ടും. അടുത്തത് ചോദിക്കാൻ നമുക്ക് ചോദിക്കും ഓർമ്മ. ഇത് എളുപ്പമാണ്. ഇത് രണ്ടുപേരും അങ്ങനെയല്ല. നിന്നെ തിരിച്ച് എങ്ങനെ വണ്ടിയിലല്ലോ? പൊളി വണ്ടി. പൊളി വണ്ടി. പൊളി പാട്ട്. പൊളി വണ്ടിയോ? ഓക്കെ അല്ലേ? ഓക്കെ. ഓഹോ മിന്നലേ മിന്നലേ താഴെ വരും മരതകമാലകൾ ഒരു മതിയാ. അല്ല ബാക്കി 4 രൂപ കൊടുത്തേ. മരതക മാലകൾ തീർക്കുവാൻ പൊന്നു തരും. മിന്നലേ മിന്നലേ താഴെ വരും മരതകമാലകൾ തീർക്കുവാൻ പൊന്നു തരും. പിന്നെ എനിക്കറിയില്ലല്ലോ. It's decoration time. Yeah, it's decoration. Come to mama honey. അത് മുടി വെച്ച് നമുക്ക് കവർ ചെയ്യൂടാ. ഇതെന്തുണ്ട് ഇതിനോടല്ലോ മകധീര. അതിലെ വില്ലന്റെ ഒരു മാസ്ക് ഇല്ലേ, ഹെൽമെറ്റ് ഇതിനോടല്ലേ ഇങ്ങനെ മരക്കാറിലുണ്ടോ സാധനം? അത് ആ സാധനം. കുഴപ്പമില്ല, ഉള്ളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ചെമ്മയാർക്ക് ഇപ്പൊ പാത്തേ ഞാൻ കണ്ണേ പട്ടിടും പോലെ ഇருக்கு. തന്നെ കണ്ണ് പൊട്ടിയാന്ന് പാട്ടെടുക്ക് വേനു. ഒരു 10 തെറ്റ് വരാൻ പാകത്തിനുള്ളൊരു പാട്ടെടുക്ക്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത പാട്ട് സീസണിലാണ്. പറയട്ടെ? പെണ്ണെ പെണ്ണെ നിൻ കല്യാണമായി പൊന്നും നിന്നും നിൻ കണ്ണാരമായി മണിമാരനാരുമയിലേ മണവാട്ടിയായ മയിലേ. നെക്സ്റ്റ് അല്ല തത്തമ്മ ഒരു തൂവൽ കൊണ്ട് തായേ തായേ. സംഗീതം അപ്പൊ 1 2 3 മൊത്തം 6 അല്ല പാടിയതാണ്. പാടിയതാ. ബാക്കി താൻ മിണ്ടിയിട്ടില്ല. അത് ആ വരി ബാക്കി പെൻഡിങ് ആണ്. താൻ നേരെ സായിപ്പോയി. മൊത്തം 6 തെറ്റ്. ഇത് വേണ്ട, എനിക്ക് അറിഞ്ഞു മതി. പേപ്പർ വാല ജാ ജാ ജാ. ഇവിടെ തെളിഞ്ഞിട്ടില്ല. അത് ഇവിടെ തെളിഞ്ഞിട്ട് അയ്യോ പൊട്ടെന്ന് കോപ്പി അടിക്കരുത്. ഞാൻ നിനക്ക് ഞാൻ കോപ്പി അല്ല നമുക്ക് വരയ്ക്കും. ഈ സംഭവം ചെറിയ ആയിട്ടാണത്. ഞാൻ വേറെ എങ്ങും പറയത്തില്ല. എനിക്ക് ഈ സാധനം കറപ്പിച്ചോണ്ടിരിക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അടുത്തേക്ക് വരൂ. അടുത്ത അതിനുള്ളിൽ റെഡ് അടിച്ച് കളർ ചെയ്യാം. അതാ എന്റെ പ്ലാൻ. അതിന് അടുത്തത് തന്റെ അവസരം. ഏതാണ് ഇവിടെ പോലെ നീ പറയാൻ പാടോ? നീ കളറാ എളുപ്പം തുടക്കം പോലെ എടുത്തടാ. അത് കൊടുത്തു. രണ്ടുപേരും
ഓക്കെ പ്രതികാർ. അപ്പോ അഹങ്കാർ. ബിനുവിനുള്ള സോങ് ഇതാ പിടിച്ചോ. മധുമാസം വിരിയണ മനമാകെ കുളിരാണ് ദില്ലാന ഹേ ദില്ലാന. താനെന്താ പറഞ്ഞത്? പാട്ട് പാട്ട് എനിക്കറിയാൻ പാടുള്ളൂ. അറിയാമോ? എന്നാ പാടിക്കോ. ഇത് ഞാൻ പാടിയ ഞാൻ തിരിച്ച് ഞാൻ പറയുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇത് റൂളില്ലാത്തതാ. പാട്ട് കിട്ടും, അത് റൂൾ. ഓക്കെ, എന്നാ പിന്നെ താൻ വരച്ചു. അറിയില്ല. സെബാസ്റ്റ്യനാ. സെബാസ്റ്റ്യൻ അല്ലേ, പുണ്യങ്ങള് മിണ്ടാരിയോട്. അല്ല അത് പാടിയിരുന്നെങ്കിൽ നമുക്ക് എത്ര തെറ്റാണെന്ന് അറിയാമായിരുന്നു. കുഞ്ഞു എനിക്ക് ബാക്കി അറിയാൻ പാടില്ല, എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. ഒന്നും അറിയാത്തോണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആ അതില്ല, എന്തില്ല, എനിക്കറിയില്ല. എന്റെ 2-3 പ്രാവശ്യമായിട്ട് വരച്ചു. എടാ ഞാൻ ഒറ്റ ഇതല്ലേ വരച്ചേക്കുന്നത്, ഇങ്ങനെ ഒറ്റ വരാം. അല്ലാണ്ട് ഇവിടെ വരച്ചിട്ട് വരച്ചിട്ടില്ലേ, ഒറ്റ സെക്ഷൻ. ഒറ്റ സെക്ഷനിൽ എടുക്കാണ്ട് വരച്ചാ പോരെ. പക്ഷെ അങ്ങനല്ല, കണ്ണടച്ചു പിടിച്ചോ, ഇല്ലെങ്കിൽ സ്ലിപ്പ് ആവും. തെണ്ടി നീയാണല്ലേ പിടിച്ചു നോക്കുന്നതല്ലേ. ഹീസ് ജസ്റ്റ് ഹെൽപ്പിങ് മീ, യു നോ. അതിപ്പോ നീ വരയ്ക്കുമ്പോഴാണെങ്കിൽ അവൻ നിനക്ക് ടിപ്സ് ഒക്കെ തരുന്നുണ്ട്. കണ്ണു പോയി ഇത് കരീബിയൻസിന് കരിമീൻസ് മാത്രമല്ല, ദിഗംബരൻ. ഞാൻ എന്ത് കലാപരമായിട്ടാണ് വരച്ചത്. ഇത് എന്താണ് കാണിച്ചത്? നിലവളക്കാണ് തിരിയിട്ട് കത്തിച്ചാ പാട്ടൊരു പാട്ടെടുക്കും. സിമ്പിൾ. ഇത് ഇതും അത്യാവശ്യം വൈറലായ സിനിമയുടെ പാട്ടാണ്. ഇത് സിമ്പിൾ ആയിട്ട് പറയാം. കമോൺ നാഷി, കമോൺ. തരട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു നെഞ്ചോട് ചേർത്തു ജീവിക്കാം. ഫോർ ദ പീപ്പിളിന്റെ പാട്ടാണ്. ഫോർ ദ പീപ്പിൾ. നേരത്തെ പാട്ടില്ലേ മധുമാസം ബിരിയാണി ബിരിയാണി, അത് എനിക്കറിയാൻ പാടില്ല. അത് കേട്ടിട്ടുള്ള പാട്ടാണോ നീ? ഈ പാട്ട് ഞാൻ കേട്ടില്ലേ. ഈ പാട്ട് എനിക്ക് ഓർമ്മ. അന്ന് പ്രാവശ്യം ഞാൻ ഇവിടെ നിന്നപ്പോ താൻ കേട്ടോ കൂടെ പാടി പാട്ടാണ്. ഇതിന്റെ തുടക്കം ഇതാണോ? അറിയില്ല. നീയാ സത്യം എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ എന്റെ അടുത്ത തുടക്കം പറ. അടുത്ത അതുപോലെ തന്നെ സൂര്യന്റെ അറിയില്ല. പാട്ടേ അറിയില്ല. നീ എനിക്ക് വേറൊരു പാട്ട് പറ്റത്തില്ല. അറിയാൻ പാടാത്തൊരു പാട്ട് എങ്ങനെ പാടുന്നത്? എനിക്കറിയില്ല മറ്റേ പാട്ട്. മതമാസം അത്ര എനിക്ക് അറിയുള്ളൂ, അത്ര എനിക്ക് അറിയുള്ളൂ, അത്രയ്ക്ക് അറിയുള്ളൂ. അല്ല ഇത് പ്യൂർ കളത്തിലാ കേട്ടോ. പാട്ട് അറിയാൻ പാടുന്നതിന്റെ ഒരു പാട്ടില്ല. കാരണം നേരത്തെ എനിക്ക് വന്ന പാട്ട് എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ശിക്ഷ സ്വീകരിച്ചു. എടോ അന്തസ് വേണോ, അന്തസ്. അറിയാവുന്ന ഒരു പാട്ടാണ് ഞാൻ ട്രൈ ചെയ്തിരുന്നത്. പാടാണ്ട് നിനക്ക് നാണമില്ല എന്റെ മുഖത്ത് വരയ്ക്കാൻ. നേരത്തെ ഞാൻ പാടില്ലല്ലോ, എന്നിട്ട് എന്റെ മുഖത്ത് വരച്ചല്ലോ. ഇയൊക്കെ നാണമില്ല എന്റെ മുഖത്ത് വരയ്ക്കാനായിട്ട്. എങ്ങോട്ടാ ജെ സി വീട്ട് വരുന്നത്? നിൽക്കട അതാണ് ആ നിൽക്കവിടെ, അങ്ങോട്ട് നിൽക്കുവല്ല, ഇങ്ങോട്ട് അടങ്ങിയിരി. അത് തെറ്റിക്കല്ലേ, ഇവിടെ നിന്നൊരു താജ്മഹൽ ചെയ്യാൻ പാടില്ല. കൊടുക്കാം. ഞാൻ ഇത്ര സിമ്പിൾ ഒക്കെ ലോക സമസ്ത സുഖിനോ ഭവന്തു കേട്ടില്ല. ആ പാട് കേട്ടിരുന്നു. നാണല്ലോ പറയാനായിട്ട്. തരട്ടെ കൊട്. ഓക്കെ എന്നാ പിടിച്ചോ. മഞ്ഞ പെയ്യണം മഞ്ഞുകൊള്ളിരണം മകരമാസ പെണ്ണെ മഴയിൽ വേറെ എവിടെയൊക്കെ മുങ്ങണം. അല്ല, കുഞ്ഞു നെഞ്ചിലെ കുളിരുറങ്ങണ കുളിര് നിൽക്കും കാറ്റ് പൂവളത്തിന് കണ്ണ് പൊത്താൻ വാ കണ്ണൻ വന്നെത്തും നേരം കരളിന്റെ താളം. ഓക്കെ, ഇളമാൻ കണ്ണീർ നിറനിറയണ പദപതയണ കാത്തു നിൽക്കും പെണ്ണിൽ. അത്ര മലയിറങ്ങി
ആദ്യം ചോദിക്കാം, ഫസ്റ്റ് ചോദിക്കും. മഞ്ഞ് പെയ്യണ് മരം കുളിരണ പാടങ്ങോട്ട് എനിക്ക് എളുപ്പം കേൾക്കാനായിട്ടാ. മഞ്ഞ് പെയ്യണ മരം കുളിരണ മകരമാസ പെണ്ണേ മലയിറങ്ങി പുഴയിൽ മുങ്ങി വാ. നീ ഇറങ്ങണമല്ലേ ചോദിച്ചു? ആ ഓക്കെ ഓക്കെ. കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിരു വിൽക്കും കാറ്റേ കൂവളത്തിന് കണ്ണു കുത്താൻ വാ. അത് പാടിയാണ്ട. കണ്ണൻ വന്നേരം കണ്ണിൽ കടലിന്റെ കരളില് കരളിന്റെ താളമായിരുന്നു. അല്ല, കണ്ണീർ കരളിന്റെ താളം ആ കരളിൽ കരൾ മറ്റേ അറിയില്ല. നിറനിറയണ പദപതയണ നിറനിറയണ പദപതയണ കാത്തിരിക്കും നെഞ്ചിലായിരുന്നു. എന്നാടോ ഇത്? പറ്റില്ല പറ്റില്ല. പ്യൂർ കളകളി, പ്യൂർ കളക്കളി. മാത്രമല്ല ഈ കളകളിക്ക് നാളെ കമ്പനി കൂട്ടി നിൽക്കുന്നു. ഞാൻ രണ്ടുപേർക്ക് കൂട്ടിയിട്ടുണ്ടല്ലോ. അങ്ങോട്ട് പോയി കണ്ടതേ. ഇവിടെ ഇത്ര വലുത് ഇവിടെ കയറി അടുത്ത് വരയ്ക്കുന്നു. അടുത്ത് പിടിക്കാം. വെറും പ്യൂർ കളക്കളി. തവിന് നമുക്ക് അവിടെ വരക്കാം. എന്റെ ആവേശം കണ്ട അണ്ണാക്കില അണ്ണാക്കി പെട്ടെന്ന് കണ്ട അങ്ങനെ പോരട്ടെ. ഒരു സിമ്പിൾ ആണ്. സിമ്പിൾ. ആ സമയത്ത് വൈറലായ പാട്ടാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അനുഭവിച്ചോ. ജില്ലയല്ലേ ജില്ലയല്ലേ ജുംതത കിട ജില്ലയല്ലേ 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 ജുംതത കിട ജില്ലയല്ലേ. വാ come on you can do it. പരികയോ? അത് BGM ആണ്. അതിന് വരികൾ പാടും. ആ ഓക്കെ. ഏത് പള്ളി? ഏതോ ഒരു വള്ളിക്കിളി. അത് പണ്ട് പള്ളി ക്രിട്ടിക്കിളി. ആ പോട്ടെ. അടുത്തത് പിന്നെ മാറി വേറെ കരടി സിംഹം. ഓ ആശ്വാസം മതി. പ്രപഞ്ചപരാജയം. പാട്ട് എന്തറിയോ? തന്റെ വള്ളി അയ്യോ ഇത് വയലാറ് കഴിഞ്ഞ അടുത്ത സാധനമാണ്. എന്റെ കൈത്തപ്ര സാറേ. അയ്യോ ജില്ലയല്ലേ ജില്ലയല്ലേ തുന്തല കിട ജില്ലയല്ലേ. അതുകൊണ്ട് അന്നക്കിളി നീ എന്നിൽ വർണ്ണക്കര വേറി വന്നു. കന്നിക്കിളി നീ എന്നിൽ പൊന്തൂവൽ വീശി നിന്നു. പിന്നെ അന്തിക്കടവത്തെ അമ്പിളിക്കൊമ്പിൽ കള്ളിക്കുയിലാനി പാടി തുള്ളിത്തിരതുള്ളും തുള്ളാരക്കാറ്റിൽ മാനായി മൈമാനായി മാറി. ജില്ലയല്ലേ ജില്ലയല്ലേ തുന്തലക്കിട ജില്ലയല്ലേ. പിന്നെ അത് കഴിഞ്ഞാണ് താൻ പറഞ്ഞത് സരികരി സരി സരിക സരികരി സരി സരിക സരി സരിക. അങ്ങനെയാണല്ലോ. അല്ലാണ്ട് ഇവിടെ സരികയും പരിക്കുട്ടിയൊന്നും അല്ല. മനസ്സിലായ? പെട്ടെന്ന് ഞാൻ കണ്ട പണ്ണാക്കി മനസ്സിലാക്കാനല്ല. ഇതാണ് സംഭവം. പാട്ടിന്റെ ടൈറ്റില് അന്നക്കില് നീ എന്നിൽ എന്നാണ്. ആശി കിട്ടി പറഞ്ഞ വായിച്ചത് അണ്ണാക്കില് നീ എന്നില്. അണ്ണാക്കിലോ? അത് പെട്ടെന്ന് കണ്ട അങ്ങനെയൊക്കെ തോന്നുള്ളൂ. ഞാൻ പേന എടുക്കുന്നില്ല. കയ്യാല എന്നെ ഡിസ്റ്റർബ് ചെയ്തു. എന്റെ ശ്രദ്ധ തെറ്റിക്കുന്നു. സെറ്റ് ഇങ്ങ എന്റെ കുഞ്ഞിന് നോക്കണ്ട. പിന്നെ പോലെയല്ലേ തന്റെ കറക്റ്റോടെ കറക്റ്റ് കാറ്റ് പാടുമല്ലേ? എന്ത് തെണ്ടി കാണാ നീ? നിന്നെ വണ്ടിക്ക് കൊണ്ടുവന്നിട്ട് നന്ദികൾ നീ കഴിക്കണം. ഇതെല്ലാം സിമ്പിളാണത്. എടി ഞാൻ ഉടനെ രക്ഷപ്പെട്ടേ പറഞ്ഞു. അതെങ്ങനെ രക്ഷപ്പെടല്ലോ? ഇത് എളുപ്പം. ഓക്കെ നിനക്കെന്റെ മനസ്സിലെ മലവിട്ട വസന്തത്തിൽ മഴവില്ല് നനഞ്ഞ കര. എളുപ്പമുള്ള പാട്ടുകൾ. നിനക്കെന്റെ മനസ്സിന്റെ മലവിട്ട വസന്തത്തിൽ മഴവില്ല് നനഞ്ഞ കര.
നിനക്കെന്റെ മധുവിന്റെ മലരണി കുറുമ്പുകൾ അലിയിച്ച് അരിച്ചു തരാം. അങ്ങനെ തന്നെ 6. നീ ഒന്നും പാടണ്ട, പറഞ്ഞ അത്ര തെറ്റാണ്, ഒരു അക്ഷരം പോലും കറക്റ്റ് ഇല്ല. ഞാൻ പറഞ്ഞു 6 വെച്ച് 6. പാടി കൊടുക്കണം. പാടിട്ട് തെറ്റ് വരച്ചാൽ മതി. വാ, ഞാൻ എപ്പോഴും ആലോചിക്കട്ടെ. മിക്കവാറും ശരിയായിരിക്കും അല്ലേ? പോയി ശരിയായിരിക്കും വല്ലാണ്ട്. പറയോ നിനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലു മെനഞ്ഞു തരാം, മിഴിക്കുള്ളിലെരിയുന്ന നറുതിരി വെളിച്ചത്തിന് ഒരു തുള്ളി കവർന്നു തരാം. എന്തെങ്കിലും ഒരു വാക്ക് നീ പാടി ഉറക്കട്ട്. എനിക്ക് മിഴുത്തുള്ളി കിട്ടിയില്ല. മെഴുത്തുള്ളി മഴത്തുള്ളി 6 വാക്ക് പാടിയായിരുന്നു. 6 തെറ്റായിരുന്നു. 6 തെറ്റുണ്ട്. അതുകൊണ്ടല്ല ഞാൻ ഒറ്റവരല്ല, എനിക്ക് ഫില്ല് ചെയ്ത പോലെ ഞാൻ ഫില്ല് ചെയ്ത് തരും. പരച്ചതിന്റെ അകത്താ ഞാൻ വരച്ചത്. ഇത് വെറും പ്യൂർ കള്ളക്കളി. അത് നമ്മുടെ വിഷാണ് ഞങ്ങൾ വരയ്ക്കുന്നത്. എന്തുവാണ് സ്പൈഡർമാന്റെ മാസ്ക്? ഇത് അതെ, ഇതടുത്തേക്ക് ബ്ലാക്ക് വെച്ചിൽ ഇടാൻ പറ്റും. അല്ലേ പോയല്ലേ എന്റെ ഒരു നമുക്ക് ഇവിടെ റെഡ് ഇടാൻ മതി. ഇവിടെ റെഡ് ഇടാന്ന് വാ. പിക്കാസോ മോനെ. നമുക്ക് റെഡ് ഇടാൻ പോവാ. ഓക്കെ, ആൾറെഡി 3, 2, 1 ഗോ. ഇംഗ്ലീഷ് പറയട്ടെ. ആ, അപ്പൊ വീണ്ടും തന്നേക്കുന്ന സോങ് ഇത്തിരി രസമുള്ള പാട്ടാണ്, പഴയ പാട്ടാണ്, നമ്മളെല്ലാരും പാടി നടന്നൊരു പാട്ടാണ്. കുഞ്ഞ് പൈതലുകൾ ഒരു പാടുന്ന പാട്ടാണോ? അതെ. അതെ, ആദ്യത്തെ ഒരു ഞാൻ പാടാം. അവരുടെ കിളിച്ചുണ്ടൻ പല്ലുകളിൽ അല്ലെങ്കിൽ കിളിച്ചുണ്ടൻ അതരങ്ങളിൽ അതെ, തത്തിക്കളിക്കുന്ന ഒരു പാട്ടാണിത്. ഓക്കെ തരട്ടെ. ഒന്നെങ്കിലി മാവിന്. അത് ആക്ച്വലി ഞാൻ പാടാനുള്ള പാടാം, പക്ഷെ എത്ര കിളിയാന്നുള്ളത് സംശയമാക്കിയ പാടാം. ഒരു ട്രൈ നടത്തി നോക്കാം. തന്നെ സ്റ്റാർട്ടിങ് എന്താ? ഒന്നാങ്കിളി പൊന്നാങ്കിളി വന്നാങ്കിളി മാവിന്മേൽ. ഒന്നാങ്കിളി പൊന്നാങ്കിളി വന്നാങ്കിളി മാവിന്മേൽ, രണ്ടാങ്കിളി 2 കൊതി കൊണ്ടുവരുണ്ടപ്പോൾ, മൂന്നാങ്കിളി 4ആങ്കിളി 6ആങ്കിളി 7ആങ്കിളി അങ്ങോട്ട് കൊത്തി ഇങ്ങോട്ട് കൊത്തായി കളിക്കൊത്താത്തേൻ പഴമേ വരുമുണ്ടിൽ പൂക്കിരി മുത്താച്ചിട്ട് എന്നെ കാത്തു വെച്ചു. ഇല്ല ഒന്നുമില്ല, ഈ പ്രശ്നം പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇനി താൻ പാടി ആ കിളിനെ ചെന്നത് മേടിച്ചല്ല കാര്യം പറയാം. ആ വഴിക്ക് കിളി എടുത്തില്ല. അല്ല ആ വരൂമിനകത്ത് കാണില്ല. അതൊക്കെ എവിടെ? ശ്രദ്ധിച്ചു നോക്കണോ? ഒന്നുകൂടെ പാടാം സാർ. അങ്ങനെ ഒരു ഇതിലില്ല. ആ പാട്ടിനെ കാണാൻ അറിയാം. കാട്ടിനെ കൊല്ലാൻ നോക്കുന്ന ഒരിടത്ത് പാട്ട് തപ്പുന്ന വരി കാണുന്നതെന്ന് പറഞ്ഞോണ്ട് ഒന്നാങ്കിളി പൊന്നാങ്കിളി മാവില്ല, രണ്ടാങ്കതി കണ്ടുപോലെ കൊണ്ടുപോലെ അങ്ങനെയാണ് കൊണ്ടുവരെ കൊണ്ടപ്പോ, മൂന്നാങ്കിളി 4ആങ്കിളി 8ആങ്കിളി ഇറക്കി അങ്ങോട്ട് കൊത്ത് ഇങ്ങോട്ട് കൊത്താൻ കളിക്കണ്ട മാമ്പളമേ കളിക്കും തോത്തിമ്പളമേ കളിച്ചൊണ്ടിൽ പൊത്തിരി മുട്ടാക്കിട്ടി പട്ടികൾ. ഓക്കെ ബ്ലാക്ക് അല്ലേ? താടി പപ്പടയാ. സ്ഥലം ഉള്ളോട്ട് പണിയാം. സ്ഥലം ഉള്ളിടത്തല്ലേ ഞങ്ങൾക്ക് പണിയാൻ പറ്റും. സെറ്റാണ്. ജയ് ഹനുമാൻ ജയ് ഹനുമാൻ. ബ്രിട്ടാനിയ അവതരിപ്പിക്കുന്നു ജയ് ഹനുമാൻ. ഓക്കെ അടുത്ത് ആരായിരുന്നു? ഓക്കെ ഷൂട്ടേ കമോൺ. Guys, this is the last song for Vilu. ഇനി ഇല്ല കേട്ടോ. അവന്റെ മോന്തയ്ക്ക് സ്ഥലമില്ല. ഇംഗ്ലീഷ് ഇംഗ്ലീഷ്. നീ ഏതാ റോള്? പാടാ നോക്കാമെന്നാ. നോ നവി ആഷി ഇനി നീ പറഞ്ഞ നിന്നെ നീ തിരിച്ച് നടന്നു വീട്ടിൽ പോകേണ്ടി വരും. ഇത് നമ്മൾ കൊടുത്ത് ഞാൻ കൊണ്ടാക്കൂലേ കാര്യം പറഞ്ഞേക്കാം. ഈ വെറും വൃത്തിയോട്ടോ വെറും വൃത്തിയോട്ടോ. രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുന്നത് തെറ്റാണോ? വണ്ടിക്ക് കൊണ്ടുവന്നത് ഞാൻ. എന്റെ ഉടുപ്പ് എനിക്ക് കൊടുത്തോ. ഞാനിടണോ? ഇതാണോ? ആ സ്റ്റാർട്ടിങ് കൊടുത്തോ. ഓക്കെ പറഞ്ഞോ. ഒരു പാട്ടാണ്. അല്ല വെള്ളി വീഴുന്നൊരു പേടി.
നാടോടിപ്പൂ തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പിള്ളോർ കുടമുള്ളിൽ നീട്ടി. മതി. വിഷു വരട്ടെ. വിഷു വിഷുവാണ് അടുത്ത വാക്ക്. അല്ല, വിഷുവായിട്ടല്ലേ എത്താ. നാടോടി പുത്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർ കുടമുള്ളിൽ നീട്ടി. ആരാരും കാണുമ്പോൾ ആത്മാവിൽ പാടും. സിംഗാവുണ്ടല്ലോ, നമ്മൾ സിംഗ് നോക്കിയാ മതി. അത് ഏത് പാട്ടായിരുന്നത്? പഴയ പാട്ട് മറ്റേ ഇവന്റെ സോറി മോഹൻലാലിന്റെ മറ്റേ വട്ടുവന്റെ പാട്ടല്ലേ? ഞാൻ ഇപ്പൊ പാടിയത് എന്തോ പാടി വിട്ടുകളാ. കാട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ. മേട്ടിൽ നിന്നും കൂട്ടിൽ നിന്നും അങ്ങനത്തെ പൈങ്കിളിയല്ലേ. തൂവെളിച്ചം തൂകി പൂവെളിച്ചം തൂകി നിൽക്കും തേൻകണിയല്ലേ. ആരായും പാടുമ്പോൾ അലകളിലേ. അതല്ല നമ്മുടെ പാട്ടോടി പൂത്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർ കുടമുള്ളിൽ നീട്ടി. കണിക്കുന്ന പൂമണിക്കമ്മലണിഞ്ഞും പുളിയിലക്കര കസവും കൊണ്ടൊടുത്തും പുഴിയുന്നൊരു നാടൻ പെണ്ണായോ. നമ്മുടെ മോഹൻലാലിന്റെ പാട്ടാ. നവരാത്രി പുള്ളോർ കൂട മുള്ളിൽ നീട്ടി കണിക്കുന്ന പൂ മണിക്കമ്മൽ അണിഞ്ഞും പുളിയിലക്കര കസമുണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണ. ഇതൊക്കെ ഞാൻ പറയണമായിരുന്നു. ഒരു പാട്ടുള്ള ശരിയാക്കില്ല. എന്റെ സ്റ്റാർട്ടിങ് ഓൾമോസ്റ്റ് ഇല്ല. സ്റ്റാർട്ടിങ് ഓൾമോസ്റ്റ് ശരിയായിരുന്നു. ഒരെണ്ണം തെറ്റിച്ചോളൂ ആ പറയാൻ. ഞാൻ ഉദ്ദേശിച്ച ടൂൺ തന്നെയാണോ ഇത്? അതെ, ശരി ശരി. പോരട്ടെ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? റെഡി. എന്തിനീ വിഴി രണ്ടും പിടയാതെ പിടയും. സിനിമ എനിക്ക് പാട്ടിന് അറിയാൻ പാടില്ലായിരുന്നു. ഓർഡിനറി സിനിമ, ഓർഡിനറി. താൻ എന്താ പാടി? ഇതാണ് ഇത് പുള്ളോർ കൂട എന്റെ ഓർഡിനറി മൂവി. കുഞ്ചാക്കോബൻ, നമ്മുടെ ബിജു മേനോ, ആസിഫ് അലി. അതെ, ആസിഫ് അലി. സോറി, ഇനി എന്റെ ട്രൈ ഇല്ല, അതുകൊണ്ടാ. വേറെ പാട്ട് കൊടുക്കാമോ? വേറെ എടുക്കും. ഓക്കെ, അപ്പൊ ഗായ്സ് കുറെ ഡിസ്കഷന് ശേഷം ഞങ്ങൾ തീരുമാനിച്ചു കുട്ടി കളക്കളി ആയതൊരു കുഴപ്പമില്ല, പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സന്ദേശം ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേറൊരു പാട്ട് കൊടുക്കാൻ വിചാരിച്ചു. അപ്പൊ വേറൊരു പാട്ട് കൊടുക്കാൻ പോവാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വരാം, അവിടെ നിന്ന് ഇങ്ങനെ ഒരു ബ്ലാക്ക് ഇടണം. ഗൂഗിളിൽ അറിയാം നമുക്ക് ഏത് പാട്ടാ വേണ്ടത്. ചോദിച്ചിട്ട് തന്നെ തോന്നുന്നു. 10 മിനിറ്റ് എടുത്തു. 10 മിനിറ്റ്. എടേ, അപ്പൊ ഗായ്സ് ഒരു സിമ്പിൾ പാട്ട്. ഈ പാട്ട് ഇയാൾക്ക് അറിയില്ല എന്നോ അല്ലെങ്കിൽ പാട്ടൊന്നും അറിയില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ കയറി കൊന്നോണം. അതെ, അത്രേ ഉള്ളൂ. 20 കൊല്ലം കേരളത്തിൽ ഇല്ലെന്ന് പറയും. അതെ, ഞാൻ പുറത്തായിരുന്നു, ഇവിടെ വീടിന്റെ പുറത്ത്. ഓക്കെ, റെഡി? റെഡി? 3, 2, 1. പാറി പറക്കുന്ന പൊന്മയിൽ സ്റ്റോപ്പ്. ബാക്കി പഠിക്കോ? ബാക്കി പാടണം. ചെണ്ട പറഞ്ഞാലോ? അല്ല, പറഞ്ഞാണ്ടി. എന്നാ നാടുപോയ ജംഗ്ഷൻ. നീ എന്നെ പാടാൻ സമ്മതിച്ചു.
നൈസ്. അപ്പോ അപ്പോ മൊത്തത്തിൽ നിൽക്കില്ലേ ആ പാട്ടുണ്ടല്ലോ ഗായ്സ്, ആ പാട്ട് ഞങ്ങൾക്ക് അറിയില്ല. അറിയാം ആ പാട്ട് എനിക്കറിയാം. ആ പാട്ട് എനിക്കറിയാം. ആ. കാരണം ഞങ്ങൾ എവിടെയെങ്കിലും കാറിന് പോകുമ്പോൾ പിന്നെ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് പാട്ടുകളിൽ മെയിൻ പാട്ടാണ്. ഇതിപ്പം വള്ളി പുള്ളി തെറ്റാണ്ടിരുന്ന് പാടുന്ന പാട്ടാണ്, അതും എനിക്കറിയാം. പക്ഷെ എനിക്ക് സീരിയസ്ലി ലിറിക്സ് അറിയില്ല അതിന്റെ സത്യം. ശരിയാ. അപ്പൊ അതെ കേട്ടോ. ഓക്കെ, സ്റ്റാർട്ടിങ് കൊണ്ട് റെഡി 3, 2, 1. പളനിമല മുരുകന് പള്ളിവേലായുധോ പാറിപ്പറക്കുന്ന പൊന്മയിൽ വാഹനോ മാർഗഴിത്തിങ്കളോ ജ്ഞാനപ്പഴമോ വരിക വരിക വടിവേല ഹരഹരോ ഹരഹര ഹരഹരോ ഹര. ഇപ്പൊ ഇങ്ങനെ ഗേറ്റ് തുറന്നിട്ട് കുറെ ചേച്ചിയൊക്കെ സ്പ്രിംഗാ താണ്ടിക്കാവടി. താണ്ടിയാ മതി ഫാൻസ് ആര് കയറി മേയും. അണ്ണമ്മ പറ്റി പറഞ്ഞ. ഓക്കെ. അപ്പോ അതും വളരെ വിജയകരമായി നിന്റെ വാക്കായി എടുക്കും കേട്ടോ. വളരെ വിജയകരമായി ഞാൻ തോറ്റിരിക്കുകയാണ്. അതെ പക്ഷേ എനിക്ക് ഈ മുഖത്തിന്റെ ബ്ലൂ പ്രിന്റ് വേണം. ഇതോടെ മരണമണിയാണ് അവൻ സ്ലോ മോഷൻ ബി ജെ പി എടുത്തത്. അറിയാം, എനിക്ക് കാണാൻ പറ്റില്ല. ഇങ്ങോട്ട് തരുടോ, വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിക്കോളൂ. അതെ സ്പേസ് തരൂ, എന്നാലേ ഞങ്ങൾക്ക് വരയ്ക്കാൻ പറ്റൂ. വാ അഴകേ നീ എന്നെ പിരിയല്ലേ. ചരി വന്ന് ചരി. വാ അയ്യോ കമ്മലൊക്കെ താഴെ പോകണ്ടല്ലേ. കണ്ടല്ലേ രാജ്ഞി എടുത്തരാ അങ്ങോട്ട് വരുന്നു. ഒരാളുടെ കമ്മലാട്ടോ അതെ. ഇതുണ്ടാവില്ല. അതോ അത് താൻ ഇങ്ങനെ ചരിഞ്ഞ് നോക്കിയേ കണ്ട ഈ ബിൽഡിങ്ങുകളുടെ അവസ്ഥ പോലില്ലേ. ബിൽഡിംഗ് ഇല്ലേ കണ്ട, അതാണ് ഞാൻ വരച്ചത്. തന്റെ വിധി കരുതി ആസ്വദിക്കാം. മറ്റേ സാധനത്തിന്റെ പേര് കിട്ടണല്ലോ എനിക്ക്. ഏതിന്റെ ഇടയിൽ എന്തായാലും വിട്ടുമുതലോ വഴി കാണിക്കുക. മൗഗ്ലിയുടെ അതിനകത്തുള്ളൊരു ക്യാരക്ടർ ബഗീര. ഇത് കണ്ടിട്ട് എനിക്ക് മറ്റേ കാലകേന്റെ ഗ്രൂപ്പിലെ മെമ്പറെ പോലെ തോന്നണം. അവരൊക്കെ ഭയങ്കര അത് മേക്കപ്പ് അടിച്ച കറക്റ്റ് ആണ്. ഇത് വീട്ടിൽ ആവശ്യമില്ല. കിലി ഭാഷ എന്ന് പറയും. അതെ അല്ല നിമ്ര ഇന്നത്തെ വീഡിയോ സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു പാട്ട് പോലും ശരിയാക്കിയില്ല. ഞാൻ ഓൾമോസ്റ്റ് ശരിയാക്കി ഫസ്റ്റ് പാട്ട്. എനിക്കാകെ ഒരു തെറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അത് സമ്മതിച്ചു തരുന്നു. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ അടുത്ത് നിന്ന് കാണാൻ ആഗ്രഹമുള്ള ചലഞ്ചസും താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ഇത് ഇങ്ങനെ ആക്കി തന്നതിന് മീനക്കുട്ടയ്ക്കിട്ടുള്ള പണി എനിക്ക് കൊടുക്കാനുണ്ട്. വാടാ വലിച്ചാ വരുന്നോടാ, വാടാ നിങ്ങൾ തമ്മിൽ തല്ലിപ്പിരിയ മക്കളെ. ഞാനങ്ങോട്ട് മാറിയിരിക്കാം.